ടാലി പ്രൈമിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ടാലി പ്രൈം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു കമ്പനി ഓപ്പണായി നിൽക്കുന്നുണ്ട് ഓൾറെഡി, ABC കമ്പനി. ഇനി പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ F3 ക്ലിക്ക് ചെയ്യുക. കമ്പനി ഇപ്പോൾ ഓൾറെഡി ആക്റ്റീവായി നിൽക്കുന്ന കമ്പനിയാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് കമ്പനി ക്ലിക്ക് ചെയ്യുക. ഇതാണ് ക്രിയേറ്റ് കമ്പനിയുടെ വിൻഡോ വരുന്നത്. ഇതാണ് കമ്പനി ക്രിയേഷൻ്റെ വിൻഡോ വരുന്നത്. ഇതിൽ നമുക്ക് കമ്പനിയുടെ നെയിം കൊടുക്കാം. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഏത് ഡ്രൈവിൽ ഏത് ഫോൾഡറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി സേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കൊടുക്കുന്നത് കമ്പനിയുടെ നെയിം കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഡ്രീം എന്ന് കൊടുത്തു. മെയിലിംഗ് നെയിം സെയിം തന്നെ. ദെൻ റീജിയൻ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പം ഇന്ത്യ സെലക്ട് ചെയ്തു. ലിസ്റ്റ് ഓഫ് കൺട്രീസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇന്ത്യ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ് കേരള കൊടുത്തു. ലിസ്റ്റിൽ കാണിക്കും. ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. കൺട്രി ഇന്ത്യ കൊടുത്തു, സ്റ്റേറ്റ് കേരള കൊടുത്തു. പിൻകോഡ് കൊടുക്കാം. അതുപോലെ ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഫാക്സ് നമ്പർ, ദെൻ ഇമെയിൽ അഡ്രസ്, വെബ്സൈറ്റ് അഡ്രസ്, ദെൻ കറൻസി ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം ഏത് ഡേറ്റ് ആണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇപ്പം April 24 ആണ് കിടക്കുന്നത്. ഫസ്റ്റ് April 24. ഇയർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഫസ്റ്റ് April 25 കൊടുത്തു, എൻ്റർ ചെയ്തു. ദെൻ ബുക്സ് ബിഗിനിങ് ഫ്രം സെയിം ഡേറ്റ് തന്നെ വീണ്ടും എൻ്റർ ചെയ്യുക. അപ്പോൾ ചോദിക്കുന്നത് ബേസ് കറൻസി സിമ്പിൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ റുപ്പീസാണ് കിടക്കുന്നത്. അതിൻ്റെ ഫോർമൽ നെയിം INR. ഇനി വീണ്ടും എൻ്റർ ചെയ്യുമ്പോൾ അക്സെപ്റ്റ് എസ് ഓർ നോ ചോദിക്കും. അക്സെപ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു. കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇനി ഇതിൽ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് മാത്രമാണോ ചെയ്യുന്നത്, ബിൽ വൈസ് എൻട്രി ചെയ്യണോ, കോസ്റ്റ് സെൻറ്റേഴ്സ് ചെയ്യണോ, ഇതെല്ലാം ആക്റ്റീവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള അക്കൗണ്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻവെൻട്രി സ്റ്റോക്ക് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നോ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ GST, TDS, VAT അതെല്ലാം ചോദിക്കുന്നുണ്ട്. ആ ഓപ്ഷൻസൊക്കെ ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് നമുക്ക്